നമസ്കാരം. ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ ഇന്ന് കാസർഗോഡ് ജില്ലയിലെ പടന്നക്കാടാണ്. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവൃത്തികളിൽ വലിയ പരാതികളാണ് ഇവിടെ ഉയരുന്നത്. ഇവരുടെ പ്രശ്നങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഒരിക്കൽ കൂടി സ്വാഗതം. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ നമ്മോടൊപ്പം നാട്ടുകാരുമുണ്ട്, ഒപ്പം ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളുമുണ്ട്. എന്തായാലും അവരോട് തന്നെ നമുക്ക് ചോദിക്കാം, എന്താണ് ഇപ്പോൾ ഇവർ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നമെന്ന്. വർഗീസ് മച്ചാ, എന്താണ് നമ്മളിപ്പോൾ ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത്? ഇവിടെ തുടർച്ചയായി ആക്സിഡൻറ്റ് ഉണ്ടാകുന്നുണ്ട്. അത് സൈഡ് റോഡിന് വീതി കൂട്ടാത്തത് ഒരു പ്രശ്നമാണ്. പിന്നെ ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്ന ഈ പുതിയ മേൽപ്പാലം പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് സ്പീഡാകുന്നില്ല. ഇവിടെ വളരെ സ്ലോ ആയിട്ടാണ് പണി നടക്കുന്നത്. അതുകൊണ്ട് 2 വർഷമായി പണി ഇവിടെ തുടങ്ങിയിട്ട്. സൈഡിൽ ജീവിക്കുന്നവർക്ക് പൊടി കാരണം ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. പ്രായമായ ധാരാളം ആൾക്കാരുണ്ട്, കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്. ഇവർക്കെല്ലാം അലർജി രോഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഓരോ ദിവസം കൂടുമ്പോഴും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ഒരു അറുതി വരുത്തേണ്ടത് നമ്മുടെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഉത്തരവാദിത്വമാണ്. അവരിത് കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ ആരും കാര്യമായിട്ട് വരികയോ നോക്കുകയോ ഒന്നും ചെയ്യുന്ന കാണുന്നില്ല. ആകെ ഒരു മേൽപ്പാലത്തിൻ്റെ റെയിൽവേയുടെ മേലുള്ള പണി മാത്രമേ നടക്കുന്നുള്ളൂ. അവിടെ തന്നെ വളരെ സ്ലോ ആയിട്ടാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ മണ്ണിടാൻ തുടങ്ങിയിട്ട് 2 വർഷത്തോളമായി. ഇതുവരെ ഒന്നും പൂർത്തിയായിട്ടില്ല. സൈഡിൽ ജീവിക്കുന്നവർക്ക് ഇപ്പം ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ സാഹചര്യം. എന്നാലും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളും അതുപോലെ തന്നെ പ്രദേശവാസികളും നമ്മോടൊപ്പം കൂടുതലായി ചേരുന്നുണ്ട്. രവി, നമ്മുടെ ഈ പ്രദേശവാസി കൂടിയാണ്. ഈ നിലവിൽ ആ പ്രദേശങ്ങളിലുള്ള വഴി തടസ്സപ്പെടുത്തിയെന്നുള്ള ഒരു പരാതി കൂടി വരുന്നുണ്ട്. എന്താണ് ഇപ്പോൾ നിലവിൽ അതിൻ്റെ അവസ്ഥ? ഞാൻ ഈ റോഡിൻ്റെ പരിസരത്ത് താമസിക്കുന്ന ഒരാളാണ്. ഉദ്ദേശം 2-2.5 വർഷത്തോളമായി ഈ റോഡ് കുത്തിപ്പൊളിച്ചിട്ടിട്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഹൈവേ നിർമ്മിക്കുന്നതിന് മുമ്പായിട്ട് സർവീസ് റോഡ് ഉണ്ടാക്കണം എന്നൊരു നിയമം ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. ഇവിടെ സർവീസ് റോഡില്ലാതെ ഹൈവേ ഉണ്ടാക്കുന്നതാണ്. ഹൈവേ മാത്രമല്ല, റെയിൽവേ ക്രോസിംഗ് ആണ്. വേറെ മറ്റെവിടെയും ഇങ്ങനെ ക്രോസിങ്ങിൻ്റെ സാഹചര്യം വരുന്നില്ല. ഇവിടെ മാത്രമേ ക്രോസിങ്ങിൻ്റെ ഭാഗം വരുന്നുള്ളൂ. പടന്നക്കാട് മുതൽ പുതുക്കൈ വാഴുന്നവരുടെ ചായയും ചോയും പോകുന്ന ആൾക്കാർ മൊത്തം ഇതുവഴിയാണ് കടന്നു പോകുന്നത്. ഈ നമ്പ്യാർക്കാൽ പടന്നക്കാട് നിന്ന് നമ്പ്യാർക്കാൽ വഴി. പക്ഷേ നമ്പ്യാർക്കാൽ ഭാഗത്തേക്ക് എത്ര ആളുകൾ ആ ഭാഗത്ത് താമസിക്കുന്നുണ്ടാവും? ആയിരക്കണക്കിന് ആൾക്കാർ താമസിക്കുന്നുണ്ട്. പുതുക്കൈ കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റി 2 വാർഡുകൾ ഇതിനപ്പുറത്താണ് താമസിക്കുന്നത്. അവരൊക്കെ ഇതിനകത്ത് പോകുന്നത്. കൂടാതെ നീലേശ്വരത്തേക്കുള്ള ഷോർട്ട് കട്ട്, ഒരു പാലത്തിൻ്റെ മേലെ ഒരു ആക്സിഡൻ്റ് ആയി കഴിഞ്ഞാൽ പോകേണ്ട വാഹനം ഈ നമ്പ്യാർക്കാൽ റോഡ് വഴിയാണ്. പടന്നക്കാട് നിന്ന് പോകുന്ന നമ്പ്യാർക്കാൽ റോഡ്. ആ റോഡ് തന്നെ ഇങ്ങനെയാണെങ്കിൽ പിന്നെ ഏതിൽ കൂടിയാണ് മറ്റുള്ള ജനങ്ങൾ പോവുക? സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട്, അമ്പലങ്ങളുണ്ട്, പല ഗവൺമെൻറ് ഓഫീസുകൾ വർക്ക് ചെയ്യുന്ന സ്ഥലമാണ് കാഞ്ഞങ്ങാടും വാഴുന്നോടിയായിട്ട്. പക്ഷേ ചൈനാക്കളെ ഫാക്ടറി അടക്കം. പക്ഷേ പോകാനുള്ള സൗകര്യം, യാത്രാ സൗകര്യമോ റോഡോ ഇല്ലാത്ത ഒരു ഘട്ടത്തിലാണ് ഇവിടെ നാട്ടുകാരമത്തിലെ. അതിനുവേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ആ കമ്മിറ്റി പലതവണ പല നിവേദനം, പല രാഷ്ട്രീയ പ്രമുഖരും, സ്ഥലം MLA ശ്രീ ചന്ദ്രശേഖരൻ സാറായിട്ട് ചെയർമാനായിട്ട് കമ്മിറ്റി രൂപീകരിച്ചു. ഒരു നടപടിയും ഇതുവരെ എടുത്ത് കാണുന്നില്ല. മാത്രമല്ല, ഈ സർവീസ് റോഡ് ഏതിലെ കൂടെയാണെന്ന് അവർക്കും പറയാൻ പറ്റില്ല, നമുക്കും പറയാൻ പറ്റുന്ന അവസ്ഥയാണ്. സർവീസ് റോഡ് ഇല്ല. കൂടുതൽ പേർ ഈ വിഷയത്തിൽ നമ്മോടൊപ്പം പ്രതികരിക്കാൻ ചേരുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ വീടിന്? നമുക്ക് 3 മാസമായിട്ട് വീട്ടിലേക്ക് താഴെ ഇറങ്ങാൻ വഴിയില്ല. നമ്മൾ ഏണി വെച്ചിട്ടാണ് കയറുന്നത്. വീട്ടിലെ വയസ്സായ ആൾക്കാരാണ് ഉള്ളത്. പറയുന്ന ആളാ മറ്റന്നാ അങ്ങനെ പറഞ്ഞ ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇവര് ഹൈവേ ഈ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട അവരോട് ബന്ധപ്പെട്ടു. അവർ ബന്ധപ്പെട്ടും പറയുന്നത് താറിട്ട് കഴിഞ്ഞാൽ മണ്ണിട്ട് തരാം. ഇപ്പം താറിട്ട് കഴിഞ്ഞു. എന്താണ് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന പ്രയാസം? എന്താണ് ഇവിടെ? നമുക്കിപ്പോൾ വീട്ടിൽ പോകാൻ വഴിയില്ല. സ്റ്റെപ്പ് ഏണി വെച്ചിട്ടാണ് നമ്മളിപ്പോൾ കയറുന്നതും ഇറങ്ങുന്നതും. എന്റെ കുട്ടികളും മറ്റേ എല്ലാവരും ഇതേപോലെ തന്നെയാണ്? കുട്ടികളും എല്ലാവരും. ഇവർക്കന്നെ കാക്ക കഴിയുന്നില്ല. ഇതിപ്പോൾ 3-4 മാസമായി നമ്മളിങ്ങനെ ബുദ്ധിമുട്ടുന്നു. നമ്മളെന്താണ് ഇപ്പോൾ അടിയന്തരമായിട്ട് ഇപ്പോൾ ആവശ്യപ്പെടാനുള്ള എന്താണ്? ഞങ്ങൾക്ക് വഴി വേണം, റോഡിലേക്ക് ഇറങ്ങാൻ വാഹനം പോകേണ്ട വഴി വേണം. നാഷണൽ ഹൈവേയുടെ പുതിയ ലൈനിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ മൊത്തം ആകെ വളരെ സന്തോഷത്തിലായിരുന്നു. പക്ഷേ കഴിഞ്ഞ 2-3 വർഷങ്ങളായി തികച്ചും മനുഷ്യത്വ വിരുദ്ധവുമായ നടപടികളാണ് ഹൈവേയുടെ ഭാഗത്തുനിന്ന് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ പല ആക്ഷൻ കമ്മിറ്റികളും പല രാഷ്ട്രീയ പാർട്ടികളും ജനപ്രതിനിധികളും ഇതുമായി ബന്ധപ്പെട്ട് പല ഉറപ്പുകളും നമുക്ക് തന്നെങ്കിലും പല ഇടപെടലുകളും നടത്തിയെങ്കിലും നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ തികച്ചും നിരുത്തരവാദപരമായ നടപടിയിലൂടെ
ഈ നാട്ടിലെ ജനങ്ങൾ കണ്ണീർ കുടിക്കുകയാണ്. ഇപ്പോൾ ഈ തൊട്ടു മുന്നേ പറഞ്ഞ സഹോദരൻ പറഞ്ഞതുപോലെ സ്വന്തം വീടിൽ നിന്ന് റോഡിലേക്ക് ഇറങ്ങാനുള്ള വഴി പോലും നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരാഴ്ച, 1 മാസം, 1.5 മാസം, 2 മാസമൊക്കെ നമുക്ക് ഇത് സഹിക്കാൻ നമ്മൾ തയ്യാറാണ് ജനങ്ങൾ. പക്ഷേ ഒരു വികസനം എന്ന് പറഞ്ഞ് വന്നപ്പോൾ 2 കൈ നീട്ടി സ്വീകരിച്ച കേരളത്തിലെ അല്ലെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങളോട് തികഞ്ഞ അവഗണനയും തികച്ചും നിരുത്തരവാദമായ നടപടിയാണ് നാഷണൽ ഹൈവേ കാണിക്കുന്നത്. ഇവിടെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട വിഷയം ഈ റോഡിൻ്റെ എഴിഞ്ഞു നീങ്ങുന്ന പണി മാത്രമല്ല, ഇവിടെ സ്ഥിരമായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന സർവീസ് റോഡ് ഈ പടന്നക്കാട് നിന്ന് മലയോര മേഖലയിലേക്ക് ഒരു പാരലൽ റോഡ് തന്നെ ആയി പോകേണ്ടുന്ന ഒരു വികസനം വരേണ്ടിയിരുന്ന ഒരു വലിയ റോഡ് അത് പാടെ ഇല്ലാതാക്കിക്കൊണ്ടുള്ള ഒരു വികസന പ്രവർത്തനമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഇതിൽ ഇടപെടേണ്ട അധികാരികളാകട്ടെ നമുക്ക് ഉറപ്പുകൾ തരുന്നതല്ലാതെ അതിൽ ഭൂമി നഷ്ടപ്പെടുന്ന 4 സെൻറ്റുകാരനും 2 സെൻറ്റുകാരനും 5 സെൻറ്റുകാരനും നഷ്ടപരിഹാരം നൽകാതെ അത് സൗജന്യമായി തരണമെന്ന് നിർബന്ധിക്കുന്ന ഒരു അവസ്ഥയും കൂടി ഇവിടെ കാണാനുണ്ട്. അപ്പോൾ തികച്ചും വളരെ മനുഷ്യത്വരഹിതമായ നടപടിയാണ് ഈ ജനങ്ങൾക്ക് ഇവിടെ ഈ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ജനങ്ങൾ പൊറുതിമുട്ടി ഇത് ആരോടെ പോയി ഈ പരിദേവനം പറഞ്ഞ് ഇതിന് ആര് പരിഹാരം ഉണ്ടാക്കുമെന്ന് അറിയാതെ മേലോട്ട് നോക്കി നടക്കുകയാണ്. ഈ ചാനലുകൾ, മീഡിയകളെങ്കിലും ഈ കാര്യങ്ങൾ ഉന്നതാധികാരികൾ, ഡൽഹിയിലടക്കമുള്ള അധികാരികളെ അറിയിച്ചുകൊണ്ട് നമ്മൾ ഇമെയിലും കത്തുകളും നിവേദനങ്ങളുമായി അനവധി തവണ ബന്ധപ്പെട്ടുവെങ്കിലും യാതൊരു നടപടിയോ ഇല്ല. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, കാസർഗോഡ് മുതൽ കാലിക്കട് വരെ സഞ്ചരിക്കുമ്പോൾ നാഷണൽ ഹൈവേയുടെ പണി തുലവും നാമമാത്രമായി ആരെയോ ബോധിപ്പിക്കാൻ വേണ്ടി 1-2 ആൾക്കാർ അവിടെ തട്ടിമുട്ടി നിൽക്കുന്നതല്ലാതെ ഇനി ഒരു വലിയ ദുരന്തത്തിനാണോ ഇവർ കാത്തു നിൽക്കുന്നതാണ് സംശയമാണ് ജനങ്ങൾക്കുള്ളത്. കാരണം ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ കനത്ത മഴ വരാൻ പോകുന്നു. കഴിഞ്ഞ മഴയിൽ ജനങ്ങൾ അനുഭവിച്ച ദുരിതം ആരും നമുക്ക് സഹായത്തിനുണ്ടായിരുന്നു, നമ്മൾ തന്നെ മുന്നോട്ട് പോയി. പക്ഷേ ഇനി അടുത്ത ദുരന്തം എന്തായിത്തീരും എന്നുള്ള കാര്യത്തിൽ ആർക്കും ഉത്തരമില്ല. ഞങ്ങൾ മേലോട്ട് നോക്കി നടക്കുകയാണ്. ജനങ്ങളെ ഈ നീറുന്ന ഈ പ്രശ്നത്തിൽ അധികാരികൾ, മുനിസിപ്പാലിറ്റി ആയാലും ജില്ലാ പഞ്ചായത്ത് ആയാലും ജില്ലാ ഭരണകൂടമായാലും സംസ്ഥാന സർക്കാരായാലും കേന്ദ്ര സർക്കാരായാലും ഈ ഹൈവേ അതോറിറ്റി ആയാലും അടിയന്തരമായി ഇടപെടുകയും നമ്മളെ ജനങ്ങളെ ദുരിതത്തിൽ നിന്ന് കരകയറണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെയുള്ള ഒരു തൊട്ടടുത്ത് നിന്നുള്ള ഒരു ക്ലബ് എന്ന രീതിയിൽ നമ്മളാണ് ഇവിടെ രാത്രി കാലങ്ങളിൽ കാണുന്ന ആക്സിഡന്റിലായ ആൾക്കാരെയൊക്കെ എടുത്തുകൊണ്ടുകൊണ്ട ഒരു അവസ്ഥ ഒരുപാട് വട്ടം ഉണ്ടായിട്ടുണ്ട്. പിന്നെ 2 ദിവസം തന്നെ ഒരു ലോറി പൊട്ടിയിട്ട് ഇവിടെ ബ്ലോക്കായി 2 മണിക്കൂർ 3 മണിക്കൂർ ബ്ലോക്ക്. ഞങ്ങളാണ് ട്രാഫിക് കൺട്രോൾ ചെയ്ത്. മതിയായ വൈദ്യുതി ഇല്ല, ലൈറ്റുകളൊന്നും പ്രവർത്തിക്കുന്നില്ല. അതേപോലെ തന്നെ ഇവിടെയുള്ള പൊടി അടിച്ചിട്ട് കുട്ടികൾക്കും പ്രായമായവർക്കും വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നാളെ ഇപ്പം നമ്മുടെ എല്ലാവരും നേതൃത്വത്തിൽ നമ്മുടെ ഷാർക്ക് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൽ ഒരു മെഡിക്കൽ ക്യാമ്പ് ഞങ്ങൾ സംഘടിപ്പിക്കാന്ന്. കാരണം രോഗമുള്ളവരൊന്നും ഇവർ ആർക്കും ശ്രദ്ധിക്കുന്നില്ല. ഈ പോക്കറ്റ് റോഡിന്റെ അവസ്ഥ ആരോടാണ് പറയേണ്ടത്? നമ്മുടെ നമ്പ്യാർക്കൽ റോഡിന്റെ അവസ്ഥ ഇപ്പം മുനിസിപ്പാലിറ്റിയോടാണോ പറയേണ്ടത്, അതോ ഇവരോട് ഹൈവേ അതോറിറ്റിയോടാണ്? ആരാണ് ഇത് ചെയ്യേണ്ടത്? ആർക്കും ഇവർക്ക് ഒരു ക്ലിയർ ആൻസർ ഇല്ല. പിന്നെന്ന് പറഞ്ഞാൽ ഈ പാലത്തിന്റെ ഒക്കെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എനിക്കൊന്നുമില്ല കേരളത്തിൽ തന്നെ ഇത്രയും ഒരു കഷ്ടസ്ഥിതിയിലുള്ള ഒരു പൻവേൽ മുതൽ കന്യാകുമാരി പോകുന്ന ദേശീയപാത. അതെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നുണ്ടല്ലോ. ഒരു ജീവന്റെ ഒരു വില എന്ന് പറയുന്നത് ഭയങ്കരമല്ലേ, നമ്മൾ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് എത്രയോ പേരെ ആസ്പത്രിയിൽ. അപ്പം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര ഒരു വിഷമാവസ്ഥയിലാണ്. പക്ഷെ കംപ്ലൈന്റ് ചെയ്യാനുള്ള അതോറിറ്റികൾക്കും അവർക്ക് ഉത്തരവില്ല ക്ലിയർ ആയിട്ട് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ഇതിനൊരു സൊല്യൂഷൻ എന്നുള്ളത്. ഇപ്പം ഞാനൊരു എഞ്ചിനീയറാണ്. എഞ്ചിനീയറിംഗ് വഴി നോക്കുമ്പോൾ തന്നെ ഈ പാലം ഒരു അശാസ്ത്രീയപരമായ രീതിയിലാണ്. ഒന്നാമത് ചെറിയ പാലാണ്, 2 സൈഡ് 1 മീറ്റർ വാക്കിംഗ് ഡിസ്റ്റൻസ്. അപ്പം പാലത്തിന് സ്പേസ് ഇല്ല, ഒരു വണ്ടി ബ്രേക്ക് ഡൗൺ ആയ ബ്ലോക്ക് ആവും. ഇങ്ങനെ ഒരു ബേസിക് നോളജ് പോലും ഇല്ലാതെ ചെയ്യുന്നതിൽ എന്താ ഇതുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. പരിസര പ്രദേശത്തുള്ളവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ വഴി തടസ്സപ്പെടുക അല്ലെങ്കിൽ വഴി ഉണ്ടാവുമോ എന്നുള്ള ഒരു ആശങ്ക. നമുക്ക് ഒന്നാമത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു വഴി എങ്ങനെയാണ് പോകുന്നത്, അതിന്റെ എവിടെ നിന്നാണ് അതിന്റെ ടേൺ, ഈ പാലത്തിന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ്, അതാണ് ഇപ്പൊ ഇവർ പറഞ്ഞതുപോലെ DPRന്റെ അതിന്റെ ഒരു കോപ്പി ഡീറ്റെയിൽസ് ഇല്ല. അപ്പൊ പ്രാദേശികവാസികളെല്ലാം ഒരു ക്വസ്റ്റ്യൻ മാർക്കിലാണ്. എന്താണ് ഇനി സംഭവിക്കുന്നത്, നമുക്കൊരു ക്ലാരിറ്റി ഇല്ല. ഇനിയിപ്പോൾ വഴി വരുമോ, എപ്പോഴാണ് വരിക, ഈ പൊടി ശല്യം, പ്രായമായ ആൾക്കാർക്കും കുട്ടികൾക്കും സ്കൂളുണ്ട് ഇവിടെ. അപ്പം എല്ലാവരും വളരെ ബുദ്ധിമുട്ടിലാണ്. അത് ഇവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ പരാതി പറഞ്ഞ് മടുത്തു. നമ്മളൊരു ആക്ഷൻ കമ്മിറ്റി ഉപയോഗിച്ചു, അതിനും ഒരു ഉത്തരവാദിത്തം. അപ്പം ന്യൂസ് ചാനൽ നിങ്ങളെപ്പോലെയുള്ളവർ ഇത് അധികാരികളിലേക്ക് എത്തിക്കണം, അവരെ കണ്ണു തുറക്കണം എന്നാണ് നമ്മൾ അഭ്യർത്ഥിക്കുന്നത്. ഇപ്പോൾ ഒരു ഓവുചാലുണ്ട് റെയിലിൻ്റെ സൈഡിൽ കൂടി, പുതിയോട്ടയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഓവുചാല്. ആ ഓവുചാല് ഇപ്പോൾ നമ്മുടെ ഈ പുതിയ പാലം വരുന്നതോടുകൂടി ഇല്ലാതാകാൻ പോവുകയാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷകാലത്ത് തന്നെ ഒരുപാട് സ്ഥലങ്ങൾ വെള്ളം കെട്ടി നിന്നിട്ടായിരുന്നു. അപ്പോൾ അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കണം, ഒരു നല്ലൊരു ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടാക്കണം എന്നാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. പിന്നെ നമുക്കിപ്പോൾ നിലവിലുള്ള റോഡിനെ പറ്റി ആശങ്കയുണ്ട്. സർവീസ് റോഡ് ഇപ്പോൾ നമ്പ്യാർക്കൽ ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡ് പിന്നെ വളരെ കണ്ടസ്റ്റഡ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ അത് ഒരു പ്രദേശത്ത് 2000-ഓളം ആൾക്കാരെ ബാധിക്കുന്ന ആ റോഡിനെ കുറിച്ച് നിങ്ങൾക്ക് ഇപ്പോഴും ഒരു വ്യക്തത നിങ്ങൾക്ക് നൽകിയിട്ടില്ല? അല്ല, ഇപ്പോൾ പിന്നെ അത് ശരിക്കും വെള്ളരിക്കുണ്ടേക്ക് പോകുന്ന റോഡാണ്. വെള്ളരിക്കുണ്ട് ദേശീയപാതയിലേക്ക് കടന്നു വരുന്ന വഴി, അത് സംബന്ധിച്ച് ഒരു ധാരണ? അതെ, അതിനെ ഇപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ നമ്മളെ വെള്ളരിക്കുണ്ട് വരെ പോകുന്ന ഒരു റോഡാണ്, ആ റോഡാണ് ഇപ്പോൾ ഇല്ലാതാവുകൊണ്ട് പോകുന്നത്. ഇപ്പോൾ റോഡ് നമ്മുടെ പാലത്തിൻ്റെ അലോജ്മെൻറ്റ് ചെറിയ മാറ്റം വരുത്തി ഒരു 3 മീറ്റർ റോഡ് ഉണ്ടാകുന്നതാണ് ഇപ്പോൾ പറയുന്നത്.
അത് കൃത്യമായിട്ട് അതിനെപ്പറ്റി അതിനൊരു ഉറപ്പ് ഇതുവരെ നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. ലഭിച്ചിട്ടില്ല. ഇവിടെയുള്ള പൊടിശല്യങ്ങൾ ഒഴിവാക്കിയിട്ട് ചുറ്റും രണ്ട് ഭാഗത്തുള്ള വീടുകളിൽ എല്ലാവരും മറച്ചിട്ട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ഒരു സ്ഥിതിയിലാണ് ജീവിക്കുന്നത്. അത് വേനൽക്കാലത്ത് വലിയ തോതിൽ പൊടി, അതുപോലെ മഴക്കാലത്ത് വലിയ ചെളിയും പൊടിയും, അതാണ്. അത് രണ്ടും ഒഴിവാക്കി കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് സമാധാനമാകും. ഇപ്പോൾ ഈ നിർമ്മാണ പ്രവർത്തികൾ ഇഴഞ്ഞു നീങ്ങുന്നതാണ്. സർവീസ് റോഡ് ആദ്യം കംപ്ലീറ്റ് ചെയ്താൽ മതി. ആ രണ്ട് സൈഡിലാണ്, ആ സൈഡിലുള്ള സർവീസ് റോഡ് ഫുള്ള് പൊളിഞ്ഞു കിടക്കുക. ഇത് അല്ല അവിടെ ഉള്ളത് തന്നെ പൊളിഞ്ഞു കിടക്കുക. അതേപോലെ പാലത്തിൻ്റെ മേലെ ഫുള്ള് ടാറിങ് പൊളിഞ്ഞു കിടക്കുക. ഒരു വണ്ടി പോയി കഴിഞ്ഞാൽ രാത്രിയിലൊക്കെ ബൈക്ക് എപ്പോഴാണ് തട്ടി വീഴുന്നതെന്ന് പറയാൻ പറ്റില്ല. അതെല്ലാം ഒന്ന് ഒഴിവാക്കുന്നത് നേരെ കിട്ടിക്കഴിഞ്ഞാൽ അത്ര ഒരു സമാധാനമാകും. എന്നാലേ ആവുള്ളൂ, അല്ലാണ്ട് ഇവിടെ ജീവിക്കാൻ പറ്റില്ല. എന്താണ് ഇപ്പോൾ നിങ്ങൾ നേരിടുന്ന പ്രശ്നം? നമ്മളിവിടെ മെയിനായിട്ട് സർവീസ് റോഡിൻ്റെ അപാകത, സർവീസ് റോഡ് ഗതാഗതം ഇതില്ലാത്തതുകൊണ്ട് നൂറുകണക്കിന് പുഴക്കക്കരെയുള്ള പ്രദേശങ്ങളിലേക്ക് പോകുന്ന പുതുക്കൈ 5 വാർഡ്, കാഞ്ഞങ്ങാട് നഗരസഭയിൽ 5ഓളം വാർഡുകൾ സ്ഥിതി ചെയ്യുന്ന ഒരു ഏരിയയിലേക്കുള്ള ഒരു പ്രധാന പ്രവേശന കവാടമാണിത്. അവിടെയുള്ള സർവീസ് റോഡിൻ്റെ പണി വളരെ മന്ദഗതിയിൽ നടക്കുന്നു. ഹൈവേയിലാണെങ്കിൽ കുണ്ടും കുഴിയും നടന്ന് യാത്ര ചെയ്യാൻ വളരെ ബുദ്ധിമുട്ട്. 4-5 ചെറുപ്പക്കാരുടെ മരണത്തിന് കാരണമാക്കിയത് ഹൈവേയിലെ അശാസ്ത്രീയമായ ഈ പണി കാരണമാണ്. പിന്നെ നല്ലൊരു ഓവിചാലില്ല, ഡ്രൈനേജിൻ്റെ പ്രശ്നം. അങ്ങനെ നാട്ടുകാർക്ക് പൊടി തിന്ന് വളരെ ഒരു രോഗം നിത്യേന രോഗബാധിത കഴിയുകയാണ്. ഇതിനൊക്കെ അടിയന്തരമായി ഇടപെട്ട് ഈ NHന്റെ പണി പൂർത്തീകരിക്കുവാനും ഓവിചാലിൻ്റെ പണി പൂർത്തീകരിക്കാനും വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കണമെന്ന് അധികൃതരോട് ആവശ്യപ്പെടും. എന്തായാലും വലിയ തോതിലുള്ള പ്രതിസന്ധിയാണ് ഇവിടുത്തെ ആളുകൾ നേരിടുന്നത്. ഇവരുടെ പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ഏതായാലും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ ഇവിടെ ചോദിക്കാൻ തുടരും. ചെർക്കള മുതൽ തളിപ്പറമ്പ് വരെയുള്ള 2ാം റീച്ചിലാണ് പ്രധാനമായും പ്രശ്നമുള്ളത്. മേഘാ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഈ പ്രദേശത്ത് ഈ നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നത്. ഇവരുടെ പ്രവൃത്തി വളരെ മന്ദഗതിയിലാണ് നടക്കുന്ന ആരോപണവും അതുപോലെ തന്നെ ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. അതിനൊപ്പം തന്നെ പെരിയ ടൗണിലുള്ള ഒരു പാലം അടിപ്പാത തകർന്നു വീഴുന്ന, നിർമ്മാണം നടക്കുമ്പോൾ തകർന്നു വീഴുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൂടാതെ പുല്ലൂരിലുള്ള ഒരു പാലം ഇത്തരത്തിൽ തകരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ നിരവധി പരാതികളാണ് മേഘാ കൺസ്ട്രക്ഷൻ കമ്പനിക്കെതിരെ ഉണ്ടായിട്ടുള്ളത്. അത് മാത്രമല്ല പല സ്ഥലങ്ങളിലും പണി പാതി വഴിക്ക് നിർത്തിയ ഒരു സാഹചര്യമാണ്. അതുകൂടാതെ നിരവധി അപകടങ്ങളാണ് ഈ ദേശീയപാതയിൽ ഉടനീളം 2ാം റീച്ചിൽ കാണാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ 1ാം റീച്ചിലേക്ക് നമ്മൾ കടന്നാൽ വളരെ വേഗത്തിലാണ് നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നത്. ഒരു 80% പ്രവൃത്തികൾ ഇവിടെ പുരോഗമിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഊരാളുങ്കൽ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഈ പ്രദേശത്ത് നിർമ്മാണം നടത്തുന്നത്. 2ാം റീച്ച്, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചെർക്കള മുതൽ ഈ തളിപ്പറമ്പ് വരെയുള്ള 2ാം റീച്ചിലാണ് വലിയ തോതിലുള്ള ഈ പരാതി ഉയർന്നിട്ടുള്ളത്. പല സ്ഥലങ്ങളിലും റോഡ് വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ രാത്രി കാലങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്നത് വലിയ അപകടമുണ്ടാക്കുന്നു. എന്തായാലും കൂടുതൽ പേർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അവരോട് നമുക്ക് കൂടുതൽ പ്രതികരണം തേടേണ്ടതുണ്ട്. വീണ്ടും രവിയിലേക്ക് വരുന്നു. ഏതായാലും ഈ ഭാഗത്ത് ഈ നിർമ്മാണ പ്രവൃത്തികൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ മന്ദഗതിയിലാണ് നടക്കുന്നത്. മേഘാ കൺസ്ട്രക്ഷൻ കമ്പനിക്കെതിരെ വലിയ ആക്ഷേപം വരുന്നുണ്ട്. ഈ നിർമ്മാണ പ്രവൃത്തികൾ ശരിയല്ല എന്ന് പല സ്ഥലങ്ങളിലും ആരോപണം വരുന്നുണ്ട്. എന്താണ് ഇവിടുത്തെ ഒരു അവസ്ഥ? ഇവിടുത്തെ അവസ്ഥ പറഞ്ഞാൽ ഈ മേഘാ കൺസ്ട്രക്ഷൻ്റെ ഒരു ഉദാഹരണം തന്നെ തെക്കിൽ വളവില ആ പാറ വീണ്ടും ഇടിഞ്ഞു പോയി. നിർമ്മാണത്തിൻ്റെ അപാകത തന്നെയാണ്. അത് ഇടിഞ്ഞു പോയി കുറേ ദിവസം റോഡ് ട്രാഫിക് ഡൈവേർട്ട് ചെയ്യേണ്ടി വന്നു. രണ്ടാമത്തെ പെരിയയിൽ പറഞ്ഞ പെരിയ അണ്ടർപാത അടിപ്പാത ഇടിഞ്ഞു വീഴുന്നത്, വാർപ്പ് നടന്നതിൻ്റെ പിറ്റേ ഇടിഞ്ഞു വീണു. അതുപോലെ തന്നെ ഇപ്പോൾ പടന്നക്കാട്ടേക്ക് എത്തിക്കുമ്പോൾ ഇവിടെ അടിപ്പാതയില്ല. ഞങ്ങൾക്ക് ഏതിലെ പോകണമെന്ന് ഇവരൊന്നും പറഞ്ഞാൽ മതി. ഏതിലാണ് നിങ്ങൾ പുറത്തേക്ക് പോകേണ്ടത്, ഏതിലെ കൂടിയാണ് ഇതിനകത്തേക്ക് കയറേണ്ടത് പറഞ്ഞാൽ മതി. ഇവിടെ അടിപ്പാത ഞാൻ സംഭവമേ പറഞ്ഞില്ല. അവർ പറഞ്ഞത് ഞങ്ങൾക്ക് ഈ പിന്നെ ഇതിൻ്റെ പ്ലാനിലോ ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത്. അത് ഈ നാട്ടിലെ പുറമില്ല ആൾക്കാർക്ക് എവിടെയും പോകണ്ടേ? അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ നേതാക്കന്മാർക്ക് അധികൃതർക്ക് എവിടെ പോയി ഇതുവരെ? ഏറ്റവും വലിയ അപാകത കാസർഗോഡ് ജില്ല എന്നുള്ളൊരു നമ്മളെ തഴയുന്നൊരവസ്ഥ. അതിന് ഉദാഹരണം ഞാൻ പറയുന്നത് കാസർഗോഡ് മുതൽ കാലിക്കട് വരെ അടിപ്പാതക്ക് ഭയങ്കര ക്ഷാമം തന്നെയാണ്. കാലിക്കട് മുതൽ പയ്യന്നൂർ വരെയുള്ള 4 കിലോമീറ്റർ 7 പാത. കാലിക്കട് നിന്ന് പയ്യന്നൂർ വരെ 7 പാത.
പയ്യന്നൂരിൽ നിന്ന് തളിപ്പറമ്പ് വരെ 11 പാതയാണ്. നമ്മൾ കാസർഗോഡ് ജില്ല മൊത്തം കൊടുത്തിട്ട് 4 പാതയാണ്. അത് കാസർഗോഡ് ജില്ല ഒരു അവഗണിക്കുന്ന വിധത്തിലേക്ക് തന്നെയാണ് പോകുന്നതെന്ന് മനസ്സിലായി. എന്തുകൊണ്ട് ഇനി അധികൃതർ ഇതിനു മുമ്പായിട്ട് ഇതിന് റിപ്പോർട്ട് കൊടുത്തില്ല? ഇതാരാണ് കൊടുക്കേണ്ടത്? അല്ലെങ്കിൽ ഇത് ഈ DPR വരുന്നതിന് മുമ്പേ ഇത് വായിച്ചു നോക്കിയിട്ടുണ്ടോ? നമ്മളാരും കാണിക്കാനില്ല. അതായത് ഇതിനുള്ള കമ്മിറ്റി രൂപീകരിച്ച സമയത്ത് ബന്ധപ്പെട്ട MLA പറഞ്ഞ് അദ്ദേഹത്തിന് വരെ ഇതിൻ്റെ DPR കിട്ടിയില്ല എന്നാണ്. ഇത് ആർക്കാണ് DPR? എന്തിനാണ് DPR ഉണ്ടാക്കുന്നത്? സത്യം പറയാം, DPR എന്താണെന്ന് വരെ നമുക്ക് അറിയില്ലായിരുന്നു ഇതെന്താണെന്ന്. അത് ഇവർ പറയാൻ ബാധ്യത ഇവർക്കുണ്ട്. ഇവർ പറഞ്ഞില്ല. ഇപ്പോഴും ഞങ്ങൾ പറയുന്നു ഇതെന്താണ് ഈ റോഡ് ഇപ്പോൾ ആരോടോ പറഞ്ഞു 3 മീറ്റർ കുറച്ചിട്ടാണ് ഹൈവേ മേൽപ്പാലം പണിയുന്നതാണെന്ന്. അത് ഉള്ളതാണോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. എവിടെ നിന്നാണ് ഇത് കുറക്കുന്നത് കൂട്ടുന്നതും അറിയില്ല. ഇതിപ്പോൾ ഇത് ചോദിക്കാനും പറയാനൊന്നും ആളില്ലാത്ത പോലെയാണ് ഇപ്പോഴാണ്. അവർ ഉണ്ടാക്കി നിർമ്മിക്കും, നമ്മൾ അനുഭവിച്ചോളാം. നാളെ വഴിയില്ല. എങ്ങനെയാണ് ഇപ്പോൾ കാണുന്ന അവസ്ഥ? അതൊന്ന് പരിഹരിക്കണമെങ്കിൽ നമ്മൾ ആരെയാണ് സമീപിക്കേണ്ടത്? ബന്ധപ്പെട്ട സ്റ്റേറ്റ് ഗവൺമെൻറ്റാണോ സെൻട്രൽ ഗവൺമെൻറ്റാണോ? ആരെയാണ് സമീപിക്കേണ്ടത്? അല്ല ആരോടാണ് ഇത് പറയേണ്ടത്? ബന്ധപ്പെട്ട കലക്ടർ 2 പ്രാവശ്യം വന്നിട്ട് പോയി ജനങ്ങളെ പ്രക്ഷോഭം കാണും. 2 പ്രാവശ്യം കലക്ടർ വന്നിട്ട് പോയി. കലക്ടർക്കും വ്യക്തമായ ഒരു മറുപടി പറയാൻ പറ്റില്ല. കലക്ടർ പറയുന്നത് നിങ്ങൾ റിപ്പോർട്ട് ഞങ്ങൾ അയക്കാം. ഈ അയച്ച റിപ്പോർട്ടിൻ്റെ മറുപടി എന്താണെന്ന് പോലും നമ്മൾക്കറിയില്ല. അത് വിശദീകരിക്കാൻ ആരും വരുന്നില്ല. എന്താണ് ആക്ഷൻ കമ്മിറ്റി ഇനി അടുത്തതായി ചെയ്യാൻ അടുത്ത ആക്ഷൻ കമ്മിറ്റി ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് തന്നെ. വാഹനങ്ങൾ തടഞ്ഞുകൊണ്ടില്ല. നമ്മൾ ഇതുവരെ അത് ചെയ്യണ്ട. കാരണം നമ്മൾ പോയി കഴിഞ്ഞാൽ മോശമല്ലേ ജനങ്ങൾക്ക്. നമ്മൾ വികസനത്തിൻ്റെ ഭാഗം എന്നുള്ള കാരണത്തിൽ നമ്മൾ ആരും മുതിർന്നില്ല. ഇനിയിപ്പോൾ അടുത്തത് ശക്തമായ വാഹനം തടഞ്ഞുകൊണ്ടുള്ള ഒരു സമരത്തിലേക്ക് പോകാനാണ് തീരുമാനം എടുത്തിരിക്കുന്നത്. അത് അധികൃതരുടെ അഭിപ്രായം എന്താണെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് അങ്ങനെ നീങ്ങാം. പടന്നക്കാട് മേൽപ്പാലവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഹൈവേയുടെ പ്രവൃത്തിയുടെ കാര്യത്തിൽ തന്നെ വലിയ മന്ദഗതിയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഇഷ്യൂ ശരിക്കും സർവീസ് റോഡ് പൂർത്തിയാക്കാതെയാണ് ഇവർ മെയിൻ റോഡിൻ്റെ പണി ആരംഭിച്ചത്. അതുകൊണ്ട് ഈ പരിസര പ്രദേശങ്ങളിലെ റോഡിൻ്റെ ഇരുവശത്തുമില്ലേ പൊതുസ്ഥാപനങ്ങൾക്കായാലും സ്കൂൾ, അതുപോലെ തന്നെ കോളേജ്, മറ്റ് പൊതുജനങ്ങൾക്കും വളരെയേറെ പ്രയാസം നേരിടുന്ന ഒരവസ്ഥയുണ്ട്. ഇപ്പോഴും സർവീസ് റോഡ് പൂർത്തീകരിച്ചില്ല. അതുകൊണ്ട് പല സ്ഥലത്തായി ബ്ലോക്കായി വൈകുന്നേരമൊക്കെ ഗതാഗത തടസ്സങ്ങളൊക്കെ നിരന്തരമായിട്ടുണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ മേൽപ്പാലവുമായി ബന്ധപ്പെട്ട കുറേ ഇഷ്യൂസ് ഉണ്ടായി. ഞാനും പത്മരാജനൊക്കെ ഇതിൻ്റെയൊക്കെ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളായി നിന്ന് ഈ NHൻ്റെയൊക്കെ ബന്ധപ്പെട്ട ആളുകൾക്ക് സ്ഥിരം ബന്ധപ്പെട്ട ശേഷം മേൽപ്പാലത്തിൻ്റെ 2 വശത്തായിട്ട് 2 അടിപ്പാത അനുവദിച്ചു കിട്ടിയിരുന്നെങ്കിലും ആ അടിപ്പാത തന്നെ സൗകര്യപ്രദമായ സ്ഥലത്ത് മാറ്റണം എന്നൊരു ആവശ്യം ഞങ്ങളുടെ മുമ്പിലുണ്ട്. അതിപ്പോഴും അംഗീകരിച്ചില്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം ഈ മേൽപ്പാലത്തിൻ്റെ ഇരുവശത്തുമുള്ള പ്രധാനപ്പെട്ട സർവീസ് റോഡ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന പ്രശ്നം അവിടെയാണ്. അതും പൂർത്തിയാകാതെ കിടക്കുന്നത്. മഴക്കാലത്തൊക്കെ നടന്നു പോകാൻ പോലും കഴിയാത്തൊരവസ്ഥ അവിടെ ഉണ്ടായിരുന്നു. ആ ദുരവസ്ഥ ഇതുവരെ പരിഹരിച്ചിട്ടില്ല. ഇന്നും ഞങ്ങൾ ഇപ്പോൾ തിരിച്ചു വരുന്നതും ഹൈവേയുടെ ഓരോ ഓഫീസിൽ പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടാണ്. അതുപോലെ എൻട്രി എക്സിറ്റ് വലിയ ഘടകമാണ്. ഈ 2 പാലത്തിൻ്റെ അപ്പുറവും ഇപ്പുറവും എൻട്രി എക്സിറ്റ് അനുയോജ്യമായ സ്ഥലത്ത് തന്നെ എൻട്രി എക്സിറ്റ് സൗകര്യമാക്കണമെന്ന് അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ നെഹ്റു കോളേജ് പരിസരം അവിടെ ഇപ്പോൾ ഓവർടേക്ക് ചെയ്യാൻ യാതൊരു സൗകര്യമില്ല. ഒരു FOB എങ്കിലും ഫുട് ഓവർ ബ്രിഡ്ജെങ്കിലും അവിടെ അനുവദിക്കണമെന്നൊരു ആവശ്യം ഞങ്ങളവിടെ ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പോൾ പടന്നക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 2 അടിപ്പാത അപ്പോൾ ഇപ്പോൾ അനുവദിച്ചിരുന്നുവെങ്കിലും അത് ഈ നീലേശ്വരം ഭാഗത്തിലെ അടിപ്പാതയുടെ പണി പൂർത്തിയായി. മറ്റേ കാഞ്ഞങ്ങാട് ഭാഗത്തിലെ അടിപ്പാത അത് നിശ്ചയിച്ച സ്ഥലം കുറച്ചും കൂടി ഈ റെയിൽവേയോട് അടുപ്പിച്ച് വന്ന് നമ്പ്യാർക്കാൽ ഭാഗത്ത് വരുന്ന ആ റോഡിന് അറ്റാച്ച് ചെയ്തായാൽ അത് വളരെ ഉപകാരപ്പെടും എന്നും കൂടി അവർ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഏതാണ്ട് 4-5 വാർഡിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇതൊക്കെ ജനകീയ പ്രശ്നം, ജനങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് ഞങ്ങളൊക്കെ നിരന്തരമായി ശ്രമിക്കുന്നുണ്ട്. അത് കാണാൻ NHR തയ്യാറാകണം. അത് നിങ്ങളെപ്പോലുള്ള ആളുകളുടെ ആത്മാർത്ഥമായ സഹകരണവും പിന്തുണയും ഉണ്ടാകണമെന്നാണ് ഈ കാര്യങ്ങൾ പറയാനുള്ളത്. പടന്നക്കാട് ഉള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സമുച്ചയമുള്ള സ്ഥലമാണ് ഞങ്ങളുടേത്. ട്രെയിനിങ് സ്കൂള്, 5 മുതൽ 7 വരെയുള്ള പ്രൈമറി കുട്ടികൾ, ഇവരൊക്കെ പഠിക്കുന്ന ഈ സ്ഥാപനം ഈ ഹൈവേ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. കാരണം കൊച്ചു കുട്ടികളാണെങ്കിൽ അവർ സൈക്കിളിൽ പോകുന്നവരുണ്ട്. പിന്നെ ട്രെയിനീസ് ആണെങ്കിൽ വളരെ വിദൂരതയിൽ നിന്ന് ബസ്സിനൊക്കെ വരുന്ന കുട്ടികളാണ്. അപ്പം മഴക്കാലത്തായാലും വേനൽക്കാലത്തായാലും റോഡ് വളരെയധികം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ഒന്ന്, സർവീസ് റോഡ് വളരെ വൈകിയാണ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് തന്നെ. ആ കാലഘട്ടങ്ങളിൽ നിറയെ മഴവെള്ളക്കെട്ടുകൾ, അതിനകത്ത് കമ്പി, തുരുമ്പിച്ച കമ്പി, ഇത്തരം കാര്യങ്ങളുള്ളതുകൊണ്ട് കുട്ടികൾക്ക് സ്കൂളുകളിലേക്ക് എത്താൻ വലിയ പ്രയാസമായിരുന്നു. വേനൽക്കാലത്താണെങ്കിൽ പൊടിശല്യം കൊണ്ട് കുട്ടികൾക്ക് പലപ്പോഴും അസുഖങ്ങൾ വരുന്ന ഒരു പ്രശ്നം നമുക്ക് സ്കൂളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഒരുപാട് തവണ ഹൈവേ അതോറിറ്റി ആയിട്ടും
മറ്റൊക്കെ നമ്മൾ ബന്ധപ്പെട്ടിരുന്നു, ഒന്നും നടന്നില്ല. കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഞങ്ങളുടെ ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തു, കളക്ടർക്കും കംപ്ലയിൻറ്റ് കൊടുത്തു. അതിൻ്റെ ഭാഗമായി ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷനിൽ പോലീസുകാരും ടീമും എത്തിയിട്ട് ഞങ്ങൾക്ക് അത്യാവശ്യം വേണ്ട രീതിയിൽ ഒരു റോഡ് നേരെയാക്കി തരാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട്. അതൊരു വലിയ ഉപകാരമായിരുന്നു. എന്നിരുന്നാലും ഹൈവേക്കാരോട് ഒരുപാട് തവണ അഭ്യർത്ഥിച്ചിട്ട് പോലും ടാറിംഗ് പ്രവർത്തനങ്ങൾ വളരെ മന്ദഗതിയിലാണ് അവർ തുടങ്ങി വെച്ചത്. നെഹ്റു കോളേജ്, അഗ്രികൾച്ചർ കോളേജ്, TTI, CK നായർ കോളേജ്, ഇതൊക്കെ ഉള്ള സ്ഥലമാണ് ഞങ്ങളുടേത്. അപ്പം പ്രത്യേകിച്ചും പഠിക്കുന്ന കുട്ടികൾക്ക് പ്രയോറിറ്റി കൊടുക്കേണ്ടതാണ് ഇത്തരം വികസന പദ്ധതികൾ. വികസനം കൊണ്ട് നാട്ടുകാർക്കും കുട്ടികൾക്കും ഒരു ദ്രോഹം ഉണ്ടാക്കാത്ത രീതിയിൽ ഈ പ്രവർത്തനം മുന്നോട്ട് പോകേണ്ടതാണ്. ഞങ്ങളൊക്കെ അതിൻ്റെ യാതനകൾ അനുഭവിച്ചവരാണ്. തീർച്ചയായിട്ടും ഇത് എത്രയും പെട്ടെന്ന് ഇതിൽ അധികാരികൾ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് മാത്രമേ ഈ സമയത്ത് പറയാനുള്ളൂ. നമ്മൾ ഏതെങ്കിലും വികസനത്തിന് നമ്മൾ എതിരല്ല. നമ്മൾ ന്യായമായ ആവശ്യമാണ് നമ്മൾ പറയുന്നത്. ഈ വളരെ വേഗത്തിൽ നിർമ്മാണം പൂർത്തീകരിക്കുക, ഈ വഴി പ്രശ്നം ഇതാക്കുക. ഇപ്പോഴും ഇതിന് ഒരു ചെവി കേൾക്കാൻ ആരും തയ്യാറാകുന്നില്ലെന്നാണ്. അതെ, അതായത് ഇതിൻ്റെ സർവീസ് റോഡ് വീതി കൂട്ടിയിട്ടേ ഇല്ല. ഇപ്പോൾ ആ സർവീസ് റോഡിൽ കൂടെയാണ് രണ്ട് ഭാഗത്തേക്കും വണ്ടികൾ പോകേണ്ടത്. ഒരു വണ്ടിക്ക് തന്നെ കഷ്ടി പാസ്സാകാനുള്ള സ്ഥലമേ ഉള്ളൂ. അപ്പോൾ അവിടെ ആ മാർക്ക് ചെയ്ത സ്ഥലങ്ങളൊന്ന് പൊളിച്ചിട്ട് ഇവിടെ ഈ റോഡൊന്ന് വീതി കൂട്ടി ടാർ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ 4 വരി പാതയാണ് ഇപ്പുറത്ത് ഉദ്ദേശിക്കുന്നതെന്ന് പത്രത്തിൽ കണ്ടു. പക്ഷേ അതിനുള്ള വീതിയിലുള്ള ഒരു സ്ഥലം അക്വയർ ചെയ്തിട്ടില്ല. അതിനുള്ള സ്ഥലം ഇവിടെ അക്വയർ ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെ ഇവിടെ 4 വരി പാത ഉണ്ടാക്കുമെന്നുള്ളത് ഞങ്ങൾക്ക് സംശയമാണ്. അതേപോലെ തന്നെ സർവീസ് റോഡും വേണം. ഈ സർവീസ് റോഡിനും സ്ഥലം വേണം. ഇതൊന്നും ഇവിടെ കണ്ടെത്തിയിട്ടില്ല. പിന്നെ എങ്ങനെ ഈ പണി മുന്നോട്ട് പോകും? ഇതിനൊന്നും ഞങ്ങൾ കളക്ടറോട് ഇത് പറഞ്ഞു, MLA യോട് പറഞ്ഞു. MLA നിയമസഭയിൽ ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചു. ഒന്നിനും ഒരു മറുപടിയുമില്ല. എല്ലാം വെറുതെ പാഴ്വാക്കായി പോവുകയാണ്. ഇതിന് ഞങ്ങൾക്ക് അടിയന്തരമായിട്ടൊരു പരിഹാരം കിട്ടിയേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നാട്ടുകാർ പ്രക്ഷോഭത്തിലേക്ക് പോകും. അതിനിടവരുത്താതെ നാഷണൽ ഹൈവേ അതോറിറ്റി വേണ്ട തീരുമാനങ്ങൾ എത്രയും പെട്ടെന്ന് എടുത്ത്, ഡൽഹിയിലാണ് തീരുമാനങ്ങൾ, ഡൽഹിയിലെ അതോറിറ്റിയെ അപ്രോച്ച് ചെയ്തിട്ട് വേണ്ട തീരുമാനങ്ങൾ എത്രയും പെട്ടെന്ന് എടുക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ജില്ലാ ആശുപത്രിയിൽ പോലും ഇപ്പോൾ ഈ ദേശീയപാതയിൽ നിന്നും കടക്കാനുള്ള വഴിയില്ല എന്നാണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്താണ്? അതായത് നമ്മുടെ ഈ പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ആവശ്യപ്പെട്ടത് ഈ 2 ഭാഗത്തു നിന്നും രോഗികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു വരും. നമുക്കറിയാം, ജില്ലാ ആശുപത്രി, കാസർഗോഡ് ജില്ലാ ആശുപത്രി എന്ന് പറയുന്നത് എല്ലാ സൗകര്യങ്ങളും പുറത്തു പോയി സേവനം തേടേണ്ട ഒരു ദുര്യോഗം ജനങ്ങൾക്കുള്ളൊരു ജില്ലാ ആശുപത്രിയാണ്. തീർത്തും സൗകര്യങ്ങളില്ലാത്തൊരു ജില്ലാ ആശുപത്രിയാണ്. അപ്പോൾ അവിടെ ഒരു എക്സ്റേ എടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ വേറൊരു ബ്ലഡ് ചെക്ക് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു മരുന്ന് വാങ്ങണമെങ്കിൽ ഈ പറയപ്പെടുന്ന ജില്ലാ ആശുപത്രിയുടെ റോഡ് ക്രോസ് ചെയ്ത്, ഹൈവേ ക്രോസ് ചെയ്തിട്ട് അപ്പുറത്ത് ഭാഗം പോകേണ്ടുന്ന ഒരു ഗതികേട് ജനങ്ങൾക്കുണ്ട്. അപ്പോൾ ഇപ്പോൾ വലിയൊരു കുഴി കുഴിച്ച് താഴെയാണ് ഇപ്പോൾ ഈ റോഡ് പോകുന്നത്. അപ്പോൾ ആ കുഴി കുഴിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആവശ്യപ്പെട്ടത്, അവിടെ സമരം നമ്മൾ 3-4 പ്രാവശ്യം നിരാഹാര സമരമടക്കം ചെയ്തതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കിഴക്കും പടിഞ്ഞാറുമായി ബന്ധപ്പെടാനുള്ള ഒരു റോഡ്, ഒരു ഓവർ ബ്രിഡ്ജ് പോലൊരു സംവിധാനം നിങ്ങൾ തയ്യാറാക്കി തരണമെന്ന് ജില്ലാ പഞ്ചായത്തോടും കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റി അധികൃതരോടും കേരള സർക്കാരോടും ജില്ലാ ഭരണകൂടത്തോടും കേന്ദ്ര സർക്കാരിനും നമ്മൾ ഈ ഹൈവേ അതോറിറ്റി ആൾക്കാരോടും രേഖാമൂലം തന്നെ നമ്മൾ ആവശ്യപ്പെട്ട് നിരവധി 4-5 തവണ അവിടെ സമരങ്ങൾ നടത്തിയ കമ്മിറ്റിയുടെ ഒരു കൺവീനറാണ് ഞാൻ. പക്ഷേ ഈ പറയുന്ന ആവശ്യങ്ങളൊന്നും പരിഗണിക്കാതെ, നമുക്കറിയാം കൊറോണ കാലത്ത് ജില്ലാ ആശുപത്രിയിൽ സൗകര്യങ്ങൾ പോരാത്തത് കൊണ്ട് വയസ്സായ ആൾക്കാർ, ഞാൻ നേരിട്ട് കണ്ടതാണ്, വയസ്സായ ആൾക്കാർ അവിടെ വന്ന് ചെക്കപ്പ് ചെയ്യും, മരുന്ന് വാങ്ങാൻ മാവുങ്കാലിലേക്ക് പോകേണ്ട ഒരു ഗതികേട്. കാരണം അവിടെ ഈ ജില്ലാ ആശുപത്രി എന്നത് പൂർണ്ണമായും ആശ്രയിക്കുന്നത് വളരെ ഏറ്റവും താഴെത്തിടയിൽപ്പെട്ട സാധാരണക്കാരായ ജനങ്ങളാണ്. അപ്പോൾ അവർക്ക് സാമ്പത്തികമായി ഒരു ബലമില്ലാത്ത ആൾക്കാരാണ് ഈ ജില്ലാ ആശുപത്രിയെ സമീപിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള ഒരു പ്രശ്നം ഇന്നുമുണ്ട്. ഇപ്പോൾ പണി കഴിഞ്ഞ ശേഷം ഇതിലിപ്പോൾ വലിയൊരു കുഴി രൂപപ്പെട്ടിട്ടുണ്ട്. ഈ കുഴി രൂപപ്പെട്ട് അപ്പുറത്തെ ഭാഗത്തുള്ള ആൾക്കാർക്ക് എത്രയോ ദൂരം നടന്നു വേണം ഇപ്പുറത്ത് കറങ്ങി, ഏകദേശം 2-2.5 കിലോമീറ്റർ നടന്നു വേണം ജില്ലാ ആശുപത്രിയിലെത്താൻ. ഇത്രയോ വലിയ 10,000-കണക്കിനും 50,000-കണക്കിനും കോടി രൂപയുടെ പ്രൊജക്ട് ചെയ്യുന്ന നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് ആ ജില്ലാ ആശുപത്രി എന്നൊരു പരിഗണന കൊടുത്തുകൊണ്ട് അവിടെ ഒരു പാലം നിർമ്മിക്കാൻ പോലും മനസ്സുണ്ടാവാത്തത് അത് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ധിക്കാരമാണോ, അല്ല നമ്മുടെ ഈ ഭരണകൂടങ്ങളുടെ വീഴ്ചയാണോ, നിസ്സംഗതയാണോ, അല്ല ഇവർ തമ്മിൽ എന്തെങ്കിലും അവിഹിതമായ ബന്ധങ്ങളുണ്ടോ എന്ന് വരെ സാധാരണ ജനങ്ങൾ സംശയിക്കുകയാണ്. ഈ ജനങ്ങൾക്ക് ഏറ്റവും ദുരിതമുണ്ടാകുന്നത് സർവീസ് റോഡാണ്. ആ സർവീസ് റോഡ് പെട്ടെന്ന് തന്നെ വീതി കൂട്ടി അതിന് പണി, ഈ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ബൈലോ പ്രകാരം ഞാൻ മനസ്സിലാക്കുന്നത്, ഹൈവേ പണി ആരംഭിക്കണമെങ്കിൽ ആദ്യം സർവീസ് റോഡ് പൂർണ്ണമായും പണി കഴിപ്പിച്ച് ജനങ്ങൾക്ക് അതിലൂടെ പോകാനുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സൗകര്യം ഉണ്ടാകുമ്പോൾ മാത്രമേ ഈ മെയിൻ റോഡുമായി ബന്ധപ്പെട്ട എന്ത് പണിയും ആരംഭിക്കാൻ പാടുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതൊക്കെ തകിടം മറിച്ചുകൊണ്ട് ജനങ്ങളെ
ഒരു പുല്ലിൻ്റെ വില പോലും കൽപ്പിക്കാത്ത രീതിയിൽ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇവർ ഒരു സൗകര്യങ്ങളും ഒരുക്കാതെ അവരുടെ ഹൈവേയുമായി ബന്ധപ്പെട്ട പണി തുടങ്ങി വെച്ച് അത് കുറേ വർഷങ്ങളായി ഇപ്പം അനങ്ങാതെ ഇപ്പോൾ അവിടെ ഇവിടെയും തട്ടിമുട്ടി ഇങ്ങനെ ജനങ്ങളെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് അടിയന്തരമായി വേണ്ടത് ഈ സർവീസ് റോഡ് അടിയന്തരമായി പണി തീർക്കണം. അതുപോലെ ഓവുചാല് മഴക്കാലം വരെ കാത്തു നിൽക്കാതെ ഇപ്പോൾ തന്നെ അതിൻ്റെ ആരൊക്കെയാണ് അതിന് ഉത്തരവാദികൾ, ജില്ലാ പഞ്ചായത്താണോ മുനിസിപ്പാലിറ്റി ആണോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരാണോ കേരള സർക്കാരാണോ നമുക്കറിയില്ല, ആരെങ്കിലും ആയാലും അത് ഇപ്പോൾ ഈ സാധാരണ ആദ്യം റോഡ് ടാർ ചെയ്ത ശേഷം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് നിന്ന് കിളക്കുന്നത് പോലെയുള്ള ഒരു പരിപാടി ഉണ്ടാവരുത്. ഇപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും സംയോജിച്ചുകൊണ്ട് ഇവിടെ അത്യാവശ്യമായി ഈ മഴ കൊണ്ട് മഴവെള്ളം കൊണ്ട് ദുരിതം ഏർപ്പെടുന്ന ഈ മേഖലയിൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന് കോർഡിനേഷൻ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും നടത്തി സർവീസ് റോഡിൻ്റെ പണി പൂർത്തിയാക്കണമെന്നാണ് നമുക്ക് പരമപ്രധാനമായി ആവശ്യപ്പെടാനുള്ളത്. ഏതെങ്കിലും വികസന പ്രവർത്തനങ്ങൾക്ക് ഈ പ്രദേശവാസികൾ എതിരല്ല. പക്ഷേ അവരുടെ പ്രശ്നങ്ങൾ അത് പരിഹരിച്ചേ പറ്റൂ. അതുതന്നെയാണ് അവർ ആവശ്യപ്പെട്ടതും. ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.